ഹലോ കൂട്ടുകാരെ, എല്ലാവരും ഫ്രിഡ്ജിൽ ഇതുപോലെ ഉണങ്ങിക്കരിഞ്ഞ മുരിങ്ങക്കോല് കാണാം അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ചീത്തയായി പോകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോല് മേടിക്കുമ്പോൾ തന്നെ സൂത്രപ്പണി ചെയ്ത് കഴിഞ്ഞാൽ ഈ മുരിങ്ങക്കോല് അങ്ങനെ കോല് പോലെ ആയി പോകത്തില്ല, ഉണങ്ങി കരിഞ്ഞു പോകത്തില്ലെന്ന് അർത്ഥം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ നാടൻ മുരിങ്ങക്കോലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നാടനായതുകൊണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് കഴുകുന്നേ ഉള്ളൂ. നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിൽ കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഒരു തുണിയിലോ വൈപ്പറിലോ ഒന്ന് മുക്കി ആ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം എടുക്കുക. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ മൊത്തം കണ്ടിച്ച് കളയുവാണ് കേട്ടോ. അതിൻ്റെ തോലുണ്ടല്ലോ, പുറമേ ഉള്ള നമ്മൾ എടുത്ത് കളയുന്ന ആ തോലുണ്ടല്ലോ, അതെല്ലാം ഇതുപോലെ ഒന്ന് കണ്ടിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മളെല്ലാം ഇതുപോലെ ചെറിയ നീളത്തിൽ നമ്മുടെ കറിക്കകത്തൊക്കെ എടുക്കുന്ന ആ നീളത്തിലുള്ള കഷ്ണത്തിൽ എടുത്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാത്രത്തിലിടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഈ കഷ്ണം ഇങ്ങനെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കറിക്ക് എടുക്കുവാണെങ്കിലും പെട്ടെന്ന് എടുത്ത് നമുക്ക് കഴുകി ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ നുറുക്കിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നമ്മുടെ തോലൊക്കെ മാറ്റി വെച്ചതിന് ശേഷം എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ തോലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇത് വെക്കാൻ പോകുന്നൊരു കണ്ടെയ്നർ എടുക്കാം. ഞാനിവിടെ ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്റ്റീലിൻ്റെ വേണമെങ്കിൽ എടുക്കാം, പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു തുണി വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ കോട്ടൺ തുണി തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമ്മുടെ ആ മുരിങ്ങക്കോലൊക്കെ എടുത്ത് വെക്കുക. ഇതുപോലെ നമ്മുടെ പാത്രത്തിൽ കൊള്ളുന്ന അത്രയും നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പൊക്കത്തേക്ക് വീണ്ടും ഒരു കോട്ടൺ തുണിയാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കോട്ടൺ തുണിയാകുമ്പോൾ ഒന്നുകൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിച്ചൺ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കിച്ചൺ ടിഷ്യൂ പേപ്പർ അവൈലബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കോട്ടൺ തുണിയായിരിക്കും ഏറ്റവും നല്ലത്. മുണ്ട് കീറിയതോ അല്ലാന്നുണ്ടെങ്കിൽ ടവലോ അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടൺ തുണികൾ താഴെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് നമ്മുടെ മുരിങ്ങക്കോല് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ പൊക്കത്തേക്ക് നമ്മുടെ ആ കോട്ടൺ തുണി വെച്ച് കൊടുക്കും. ഈ പൊക്കത്ത് എന്തിനാണ് തുണി വെച്ച് കൊടുക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടപ്പിൻ്റെ മുകളിൽ നീരാവി പോലെ വന്നിട്ട് നമ്മുടെ പച്ചക്കറികളിലോട്ട് അല്ലെങ്കിൽ മുരിങ്ങക്കോലിൻ്റെ പൊക്കത്തോട്ട് ആ നീരാവി വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഏത് പച്ചക്കറി ആണെങ്കിലും ചീഞ്ഞു പോകും. കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പം ചീഞ്ഞു പോകും. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു കൂടിപ്പോയാൽ ഒരു 1.5 മാസം വരെ ഇതുപോലെ തന്നെ ഇരിക്കും. ഒരിക്കലും നമ്മുടെ ഈ മുരിങ്ങക്കോല് ചീത്തയായി പോകത്തുമില്ല, ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഫ്രഷായിട്ട് നമുക്ക് ഒരു 1.5 മാസം വരെ ഇത് ഉപയോഗിക്കാം. ഇത് ഈ മേളിൽ തുണി വെക്കാതെ ഇരിക്കുവാണെങ്കിൽ ഒരു 10 ദിവസത്തേക്ക് പോലും ഇരിക്കത്തില്ല. അതിനുള്ളിൽ തന്നെ അത് ചീഞ്ഞു പോകും, ഇങ്ങനെ വെള്ള ഡോട്ട് പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മേളിൽ ഈ തുണി വെക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ നോക്കിയപ്പോൾ ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഒരു ട്രിക്കാണ് കേട്ടോ. ബാക്കി വന്നത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതൊരു 10 ദിവസം കഴിഞ്ഞപ്പം ഇതിപ്പം ഇതായിട്ടുണ്ട്. അപ്പോൾ തീരാറായിട്ടുണ്ട്. ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫ്രഷായിട്ട് നമ്മുടെ മുരിങ്ങക്കോല് ചീത്തയാവാതിരിക്കാനുള്ള ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.